കേരളത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഊരി വിറ്റ് പലിശ ഇനത്തിൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്. ഏതാണ്ട് 2019 ഏപ്രിൽ മാസം ആദ്യം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് കേരളം വലിയ കടക്കണിയിലൂടെ മുന്നോട്ട് പോവുകയാണെന്നും കടം വീട്ടാനായി വീണ്ടും കടമെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണെന്നും വീണ്ടും ഇങ്ങനെ കടബാധ്യതയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ വലിയ ഒരു ദുരന്തമായിരിക്കും കേരളത്തിനുണ്ടാവുക എന്ന് ഉപദേശിച്ചതിന് ശേഷവും 2019 ഏപ്രിൽ മാസത്തിൽ 2150 കോടി രൂപ കടം വാങ്ങാനുള്ള പുതിയ ഐഡിയ ഉണ്ടാക്കി കിഫ്ബിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തത്. ഇനിയിപ്പോൾ ബാക്കി കേരളത്തിൽ കടമെല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കി ആകെ ഇപ്പോൾ വിൽക്കാനുള്ളത് ജനങ്ങളുടെ കിഡ്നി മാത്രമാണ് എന്നുള്ള അവസ്ഥയിലൂടെയാണ് കേരള സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ്? പ്രതിപക്ഷം വളരെ സിമ്പിളായിട്ടാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത്. അവർ പറയുന്നത് ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ പ്രതികരിക്കുന്നു? ഇത് ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ്. കാരണം